നമ്മളിൽ നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം മറ്റൊരാളെ ചേർത്ത് പിടിക്കാൻ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രചോദനമാവാൻ കഴിയുന്നുണ്ട്? കുറച്ച് കൊനിഷ്ഠ ചോദ്യമാണല്ലേ. ഒരു കഥ പറയാം. കണ്ടുപിടുത്തങ്ങളുടെ രാജാവായ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം 1000ഓളം പരീക്ഷണ പരാജയങ്ങൾക്കു ശേഷമാണ് ലോകത്തെ ആദ്യത്തെ വൈദ്യുത ബൾബ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എഡിസൺ പരീക്ഷണശാലയിൽ നിന്നും ഏറെ നാളത്തെ പരിശ്രമം കൊണ്ട് താൻ കണ്ടെത്തിയ ബൾബുമായി പുറത്തു വരികയാണ്. അവിടെ കാത്തു നിൽക്കുന്ന പത്രക്കാരുടെയും മറ്റ് അതിഥികളുടെയൊക്കെ മുന്നിൽ ആ ബൾബ് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. കണ്ടുപിടുത്തം പ്രവർത്തിപ്പിക്കാനുള്ള ഒരുക്കത്തിനായി എഡിസൺ തൻ്റെ അസിസ്റ്റന്റിനെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ ബൾബ് നൽകി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ അസിസ്റ്റന്റിൻ്റെ കയ്യിൽ നിന്നും ആ ബൾബ് നിലത്ത് വീണ് പൊട്ടിപ്പോയി. എഡിസൺ വല്ലാണ്ട് ദേഷ്യപ്പെടുമെന്ന് എല്ലാവരും ഭയന്നു. എല്ലാവരും അങ്ങ് നിശബ്ദരായിട്ട് നിൽക്കുവാണ്. ഈ ബൾബ് പൊട്ടിച്ച ആളാകട്ടെ എഡിസന്റെ അസിസ്റ്റന്റ്, അദ്ദേഹം പേടിച്ച് വിറയ്ക്കുവാണ്. പക്ഷേ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. നിരാശയോടെ എഡിസൺ അവിടെ കൂടിയവരോട് പറഞ്ഞു, ഇത് വീണ്ടും ഉണ്ടാക്കാൻ എനിക്കൊരു ദിവസം കൂടി വേണ്ടിവരും, അതുകൊണ്ട് നാളെ വൈകിട്ട് ഈ പ്രദർശനം ഉണ്ടായിരിക്കുമെന്ന്. പിന്നീട് അദ്ദേഹം പരീക്ഷണശാലയിലേക്ക് തിരികെ പോയി. പിറ്റേ ദിവസം വീണ്ടും വൈകുന്നേരം എല്ലാവരും വന്നു ചേർന്നു. എഡിസൺ ഈ ബൾബുമായി അവർക്ക് മുന്നിലേക്ക് വരികയും ചെയ്തു. അതിനുശേഷം എഡിസൺ ഈ ബൾബ് കയ്യിൽ വെച്ചതിന് ശേഷം ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അങ്ങ് ദൂരെ മാറി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് നിൽപ്പുണ്ട്. അദ്ദേഹം ആ അസിസ്റ്റന്റിനെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. എല്ലാവരും അപ്പോൾ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ ആ ബൾബ് എഡിസൺ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ച ശേഷം മറ്റൊരുക്കങ്ങളൊക്കെ നടത്തി. അന്ന് ആ ബൾബിന്റെ പരീക്ഷണം വളരെ വിജയകരമായി പ്രദർശിപ്പിച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അതിനുശേഷം ഒരു അഭിമുഖ വേളയിൽ ഒരു മാധ്യമപ്രവർത്തകൻ എഡിസനോട് ചോദിച്ചു, പണ്ടൊരിക്കൽ താഴെയിട്ട അയാളുടെ കയ്യിലേക്ക് ഈ ബൾബ് കൊടുക്കാൻ അങ്ങക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന്. അതിന് എഡിസൺ നൽകിയ മറുപടി അത് നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രചോദനകരമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇനി ഒരിക്കൽ കൂടി ആ ബൾബ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടിയാലും 24 മണിക്കൂർ എടുത്താൽ എനിക്കത് പുനർനിർമ്മിക്കാം. പക്ഷേ അയാളുടെ ആത്മവിശ്വാസം നഷ്ടമായാലോ? ഞാനൊരു 24 വർഷം എടുത്താൽ പോലും ഒരു പക്ഷേ അതിനെ തിരികെ നൽകാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്ന്. ആ വാക്കുകൾ അപരനെ അംഗീകരിക്കുന്നതാണ്, അല്ലേ? അയാളെ മനസ്സിലാക്കുന്നതാണ്. തൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന എഡിസന് ഒരു ബൾബ് പൊട്ടിപ്പോയാലും 1000 എണ്ണം വീണ്ടും ഉണ്ടാക്കാം എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആ അസിസ്റ്റന്റിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിലോ? തെറ്റുകളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ലെന്നേ. നമുക്ക് എല്ലാവർക്കും തെറ്റും കുറവുകളൊക്കെ ഇല്ലേ? എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ മറ്റൊരാളിൻ്റെ തെറ്റിനോട്, അയാൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളോട് നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനല്ലേ കാര്യം. എഡിസന്റെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ നമ്മൾ ആരാണെന്നത് വെളിപ്പെടുന്നത് നമ്മുടെ പ്രവർത്തികളിലൂടെയാണ്. അപ്പോൾ നമ്മൾ ആരാകണം, എന്തായി തീരണം എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ്, അല്ലേ? നമ്മുടെ ഒരു സുഹൃത്തിനെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ ഒക്കെ തോളോട് ചേർത്ത് പിടിക്കാം.